മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് ബഹു എന്ന പദം കൊടുക്കുന്നതിൽ എന്താ തെറ്റെന്നാണ് ഞാനൊരു പൊതുവെ കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന പദങ്ങൾ വെക്കണം എന്ന ഒരു നിർദ്ദേശം സർക്കാരിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു. സർക്കാർ വെറുതെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയല്ല ചെയ്തത്. ആ സർക്കുലർ പുറത്തിറങ്ങുന്നതിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. പാലക്കാട് തത്തമംഗലം സ്വദേശിയായ ചന്ദ്രൻ ചാമിയാണ് ചീഫ് സെക്രട്ടറിക്ക് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കത്ത് നൽകിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകാൻ കാരണം? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പൊതു താല്പര്യ നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തുടർ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്തു. ജില്ലാ കളക്ടർ തുടർ നടപടി സ്വീകരിച്ച് എനിക്കൊരു തന്ന മറുപടി കത്തിൽ അതിൽ സൂചനയിൽ മുഖ്യമന്ത്രി മാത്രമേ പദമുള്ളൂ, ബഹു ചേർത്തിയില്ല. ഞാനത് ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച് അല്ല കളക്ടറേറ്റിന് എതിരെയുള്ള വിഷയമല്ല, അല്ലെങ്കിൽ ആ മറ്റേ പിന്നിലുള്ള ഉദ്യോഗസ്ഥനെതിരെയോ അല്ല പദം. അതായത് ഈ താങ്കൾ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ നൽകി, അതിന് ജില്ലാ കളക്ടർ, പാലക്കാട് ജില്ലാ കളക്ടർ താങ്കൾക്ക് നൽകിയ മറുപടിയിൽ മുഖ്യമന്ത്രി എന്നില്ലാത്തത് കൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് എഴുതിയത്. അതൊരു പരാതിയല്ല, ഒരു പൊതു നിർദ്ദേശം. അതായത് വ്യക്തിക്കല്ല, പദവിക്ക് മറ്റേ മാന്യത കൊടുക്കണം എന്നുള്ള ഒരു പൊതു നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ചെയ്തത്. ഈ താങ്കൾ 6-ാം തീയതി, കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ് കത്ത് എഴുതുന്നത്. അതിൽ പറയുന്നത്, പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമുഖ്യമന്ത്രി, ബഹുമന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഓഫീസുകളിൽ നിന്നും തുടർ നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾക്ക്, അപേക്ഷകൾക്ക് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമുഖ്യമന്ത്രി, ബഹുമന്ത്രി എന്നത് ചേർക്കാൻ എല്ലാ വകുപ്പ് മേധാവികൾക്കും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം സംബന്ധിച്ച് അങ്ങയുടെ സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്ന പ്രസ്തുത എൻ്റെ നിവേദനത്തിന്മേൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചന്ദ്രൻ ചാമി, തത്തമംഗലം. അതാണ് ലക്ഷ്യം, അതന്നെ വേണ്ടതെന്നുള്ള ആഗ്രഹിക്കുന്നത്. ഈ ചീഫ് സെക്രട്ടറിക്ക് ഈ 6-ാം തീയതിയാണ് കത്തെഴുതുന്നത്. 24 ദിവസം കൊണ്ട് അതിന് ഒരു തീരുമാനമായി ഉത്തരവായി ഇറങ്ങുന്നു അല്ലേ? വളരെ വേഗത്തിൽ. അതെ, അങ്ങനെയാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരൻ്റെ വകുപ്പിൽ നിന്ന് അവർ പോസ്റ്റലായിട്ട് എനിക്ക് അയച്ചു എന്ന് പറഞ്ഞു. കൂടാതെ അവർ ഇമെയിലായിട്ട് എനിക്ക് ഈ ബന്ധപ്പെട്ട സർക്കുലർ അയച്ചു. ആ സർക്കുലറിൽ വന്നപ്പോൾ ഞാൻ അഭിമാനിക്കും. എന്താ അറിയോ, പദവിക്ക് ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ, വ്യക്തിക്കല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ ചിറ്റൂർ നിയോജകമണ്ഡലം പ്രതിനിധീകരിക്കുന്ന MLA ആയ ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടൻ, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന പാർട്ടിയുടെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും ഞാൻ അദ്ദേഹത്തിന് നൽകുന്ന നിവേദനങ്ങൾ പോലും ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്നാണ് കൊടുക്കുന്നത്. അതാണ് അതിൻ്റേതായ പാർട്ടി എന്നല്ല, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. അതായത് അല്ല ഉപരി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക്, എന്നാൽ ഞാൻ ഏതെങ്കിലും നിവേദനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനം എന്ന് പറയുന്നില്ല. ഒരു പൊതു നന്മ അതാണ്. ഇതിപ്പോൾ ഒരു സർക്കാരിൻ്റെ നയപരമായൊരു തീരുമാനമാണ്. അത് ഇത്ര വേഗത്തിൽ വന്നു, വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇത്ര വേഗത്തിലൊരു നടപടി താങ്കളുടെ അനുഭവത്തിലുണ്ടോ? അല്ല, കാലതാമസം ഉണ്ടായില്ല. ഞാൻ കൊടുക്കുന്ന പൊതു താല്പര്യങ്ങളിലൊന്നും കാലതാമസം ഉണ്ടായില്ല. അതിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അല്ലാതെ ഞാനൊരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഞാൻ കൊടുക്കുന്ന നിവേദനങ്ങളിൽ വൈറ്റു എന്ന് പറയണമെന്നും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വിമർശനമായി ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, ഭരണഘടന എല്ലാവർക്കും തുല്യതയാണ് നൽകുന്നത്, അവിടെ ചില ആളുകളെ മാത്രം ബഹുമാനപ്പെട്ട എന്ന് വിളിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അത്തരം നിലപാടിനോട് എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ഇതാണ്. കാരണം അന്ന് പദവിക്ക് ബഹുമാനം കൊടുക്കണം എന്നാണ്, അല്ലാണ്ട് വ്യക്തികൾക്കല്ല. ഇദ്ദേഹം ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി നാളെ രാജിവെച്ച് സാധാരണ മനുഷ്യനാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിലവിലെ സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് ഒന്ന് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർക്കാണ് താങ്കളുടെ കത്ത് ഉള്ളത്. ഈ ഉത്തരവായി വന്നതും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമാണ്. അപ്പോൾ MLA മാർ, MP മാർ ഇവരൊക്കെ ജനപ്രതിനിധികളാണല്ലോ, അവർക്കൊന്നും വേണ്ടേ? അല്ല, അത്തരം നിലപാട് ആഗ്രഹിക്കുന്നത് ശരിയല്ല. കാരണം എന്താ പറയുക, അത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്. ഞാൻ മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നവരുടെ പദത്തിന് നേർക്കാണ് എന്ന് ചേർക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടറുണ്ട്, വിവിധ വകുപ്പ് മേധാവികളുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കും ഈ ബഹുമാനം അർഹിക്കുന്നുണ്ടോ? എന്ന് ചേർക്കേണ്ടതുണ്ടോ? അല്ല, അത്ര നിലപാടിനോട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് നിയമം ഉണ്ടാക്കുന്നവരാണല്ലോ.
നിയമസമാജകരായതുകൊണ്ട് അവർക്ക്, അതായത് നിയമസഭയിൽ ഉൾപ്പെടെ മന്ത്രി സ്ഥാനം വഹിക്കണമുകൊണ്ടാണ് അവർക്ക് ബഹുമതി. നിയമനിർമ്മാണത്തിൽ പങ്കാളികളായ ആളുകളാണ് എംഎൽഎമാരും എംപിമാരും. അവർക്കും കൂടി കൊടുത്തല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കൊടുക്കണതിലുണ്ട് എന്താ ഒരു തെറ്റെന്നാണ് ഞാൻ കൊടുക്കുന്നത്, അല്ല പറയുന്നത്. ഇതിന് വിമർശിക്കുന്നവരോട് ഒരൊറ്റ വാക്ക് ചോദിക്കുന്നുണ്ട്, ഇതിനെന്തിന് ഇത്ര വലിയൊരു തെറ്റായി കാണുന്നത്? ബഹു ചേർക്കണതുകൊണ്ട് എന്താണ്? ഇവർ നാളെ രാജിവെച്ച് സാധാരണ മനുഷ്യരാകണം, നിങ്ങൾ ബഹു ഒന്ന് കൊടുക്കണ്ട. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ബഹു എന്ന പദം കൊടുക്കണതിൽ എന്താ തെറ്റെന്നാണ് ഞാനൊരു പൊതുവെ കാണുന്നത്. ഈ നേരത്തെ ഈ പ്രോട്ടോകോൾ വിഭാഗം, സർക്കാരിൻ്റെ പ്രോട്ടോകോൾ വിഭാഗം മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത വിവരാവകാശ മറുപടിയിൽ പറയുന്നത് എല്ലാവരും ബഹുമാനത്തിന് അർഹരാണ്, പൊതുജനങ്ങളും ബഹുമാനത്തിന് അർഹരാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെ മാത്രം അങ്ങനെ പറയുന്നതിൽ ഒരു ശരികേടുണ്ടോ? ഞാൻ ആ ഉത്തരവ് കാണാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിമർശിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് അത്ര ഒരു ഉത്തരവുണ്ടെങ്കിൽ ഞാൻ ഇതിനായിട്ട് ശ്രമിക്കാറില്ലല്ലോ. അത്തരം ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് കൃത്യമായി തന്നെ പറയുന്നത് എല്ലാവരും ബഹുമാനത്തിന് അർഹരാണ് എന്നുള്ളതാണ്. എൻ്റെ കൈവശം ആ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഈ ബഹു എന്ന് ചേർക്കാൻ ആർക്കൊക്കെയാണ് അവകാശം തുടങ്ങിയ കാര്യങ്ങൾ. ഇതിൽ ഈ കാണുന്നത് ഈ സർക്കാരിൻ്റെ പൊതുഭരണ പൊളിറ്റിക്കൽ വകുപ്പാണ്. ഇതിൽ ബഹുമാനം അർഹിക്കുന്ന തസ്തികകൾ ഏതെല്ലാം എന്നൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പട്ടിക പ്രസിദ്ധീകരിക്കാതെ ഇത്തരം ആരൊക്കെയാണ് ബഹുമാനിക്കുന്നത്? ഉദ്യോഗസ്ഥഭരണ പരിഷ്കാര വകുപ്പിൽ നിന്നുള്ള വിഷയമാണത്. അതായത് സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിൻ്റെ പൊളിറ്റിക്കൽ വിഭാഗം PNARD. അതെ, ഇതേ PNARD ജനറൽ വിഭാഗത്തിൽ നിന്നാണ് എനിക്ക് ഞാൻ കൊടുത്ത നിവേദനത്തിൽ വന്ന ഒരു സർക്കുലർ. ഇതോടൊപ്പം ഈ കുറച്ച് ചോദ്യങ്ങൾക്കായി മറുപടി പറയുന്നത്, പദവികളെ ആദരസൂചകമായ വാക്കുകളോട് അഭിസംബോധന ചെയ്യാതിരുന്നാൽ നടപടി സ്വീകരിക്കാൻ നിയമമുണ്ടോ എന്നുള്ളതായി ചോദിക്കുന്നു. അതിന് ഉള്ളതായി അറിയില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധി എന്നാൽ ജനങ്ങളെ സേവിക്കുകയല്ലേ എന്നുള്ളത് ആണ് എന്ന് പറയുന്നു. ഈ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന പദം ഉപയോഗിക്കുന്നത് ആദരവിനെയും സംസ്കാരത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട എന്ന വിശേഷണത്തിന് പൗരൻ അർഹനല്ലേ എന്നുള്ളതിന് ആണ് എന്നുള്ള മറുപടിയാണ് പ്രോട്ടോകോൾ വിഭാഗം നൽകുന്നത്. അതിനോടുള്ള ഒരു അഭിപ്രായം? അല്ല, ഇതേ വകുപ്പിൽ നിന്നാണ് എനിക്കിത് വന്ന സർക്കുലർ. എനിക്കല്ല, ഞാൻ കൊടുത്ത നിവേദനത്തിൽ വന്ന സർക്കുലർ. ആ സർക്കുലറിൽ തന്നെ പറയുന്നുണ്ട് ബഹുന്ന് ചേർക്കാൻ വേണ്ടി എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. അതായത് എല്ലാ വകുപ്പ് മേധാവികളും, പാലക്കാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാ ജില്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രി അവരുടെ, പിന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അത് അവരുടെ വകുപ്പ് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വലിയ ചർച്ചയും വിവാദവുമായിട്ടുണ്ട്. അതിനോട് നിങ്ങളുടെ ഒരു പ്രതികരണം എന്താ? ഇത് ഇത്ര വലിയ ചർച്ച ആകേണ്ട കാര്യമുള്ള വിഷയമല്ല എന്നാണ് ഞാൻ കാണുന്നത്. ഈ മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവർക്ക് പദം ഒന്ന് കൊടുക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? അവർ നമ്മളെ സേവിക്കേണ്ടവരാണെങ്കിലും ആ സേവിക്കുമ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്നത് ബഹു എന്നാണ് കൊടുക്കുന്നത്. അത് അത്തരത്തിൽ ചേർക്കണം എന്നാണ്. ഈ ചീഫ് സെക്രട്ടറിയും ബഹു എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതിൽ. തീർച്ചയായും. കാരണം ഏറ്റവും 14 ജില്ലാ കളക്ടർമാരുടെയും അല്ലെങ്കിൽ എല്ലാ 14 ജില്ലാ മേധാവികളുടെയും മേധാവിയാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്. ജില്ലാ കളക്ടർക്ക് ഒരു കത്ത് നൽകുമ്പോൾ ഈ ബഹു എന്ന് വെക്കാറുണ്ട് താങ്കൾ? തീർച്ചയായും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിന് ചേർക്കാറുണ്ട്. താഴെ മേഡമാണെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം, സാറാണെങ്കിൽ താങ്കൾക്കുള്ള മറുപടിയിൽ ബഹുമാനപ്പെട്ട ചന്ദ്രൻചാമി എന്ന് വെക്കാറുണ്ട്. അങ്ങനെ അത് ഞാൻ നിവേദനനായ ഒരു നിവേദകനാണല്ലോ. എനിക്കത് ആ ബഹു വരണമെന്നില്ല. എനിക്കതിൽ ശ്രീന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീന്ന് ഇല്ലാണ്ടും വരുന്നുണ്ട്. അതിനാണ് ഞാൻ വിമർശിക്കാൻ വേണ്ടി. അല്ല, എനിക്ക് തന്ന കത്തില്ല, ഞാൻ ശ്രീ ചേർത്തില്ല, അവർ ഞാൻ കൊടുത്തില്ലല്ലോ. ഞാൻ മന്ത്രിമാരുടെ പദത്തിന് നേർക്കെ ബഹു ഇല്ല എന്നുള്ള ഞാൻ ആക്ഷേപമേ ഉന്നയിച്ചിട്ടുള്ളൂ. അതായത് ജില്ലാ കളക്ടറുടെ കത്തിൽ ഈ മുഖ്യമന്ത്രിയെ ബഹുമുഖ്യമന്ത്രി എന്ന് സൂചിപ്പിക്കാത്തത് ശരിയായില്ല എന്ന് തോന്നി അപ്പോൾ ഒരു നിവേദനം കൊടുത്തു. അതിന് ഒരു നടപടി ഉണ്ടായി. അത് പരാതിയായിട്ട് കൊടുത്തതല്ല. ഇത്തരത്തിലുള്ള തെറ്റുകൾ ഏത് ഉദ്യോഗസ്ഥന്മാരുടെ വരാൻ പാടില്ല എന്ന ലക്ഷ്യമാക്കി ഒരു പൊതു നിർദ്ദേശം വേണമെന്നിട്ട് ചീഫ് സെക്രട്ടറി സാർക്ക് ഒന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ബഹു എന്ന് വെക്കാതിരുന്നാൽ അത് ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട ഒന്നായി മാറിപ്പോൾ. അല്ല, അത് ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അവരല്ലേ നിയമ ലംഘനമുണ്ടോ ആവുമോ ഇല്ലെന്ന് അവരാണ് വീക്ഷിക്കേണ്ടത്. എന്തായാലും ചന്ദ്രൻ ചാമിയുടെ ഈ നിർദ്ദേശം സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു. 24-ാം ദിവസം തന്നെ അതിന് ഒരു തീരുമാനമായി സർക്കാർ ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.